ക്രിസ്മസ് അത് ഓർക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്നതിനേക്കാൾ ഉപരി ജീവിക്കേണ്ട ഒരു അനുഭവമാണ്. കാരണം അത് ദൈവത്തിന്റെ മനുഷ്യാവതാര രഹസ്യമാണ്. യെശയ്യാ പ്രവചനങ്ങളിൽ 9:2 നമ്മൾ വായിക്കുന്നു, അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം മഹത്തായൊരു പ്രകാശം കണ്ടു, കൂരിരുട്ടിൽ കഴിഞ്ഞവരുടെ മേൽ പ്രകാശം ഉദിച്ചു. പ്രിയമുള്ളവരെ, മനുഷ്യൻ ഇന്നും ഇരുട്ടിൽ തന്നെയാണ്. ബിബിക്കുട്ടൻ ബുദ്ധദാസിന്റെ ഒരു ചെറിയ കവിതയുണ്ട്, അതിന്റെ പേര് ഇരുട്ട് എന്നാണ്. ഇരുട്ട്, അതാണ് എന്റെ മിത്രം, അതാണ് എന്റെ കർമ്മം, അതാണ് എന്റെ ധർമ്മം, അതാണ് എന്റെ ജീവൻ, എന്റെ ജീവിതം. പ്രകാശം അതെത്രയോ ശൂന്യമാണ്. സത്യത്തെ, ധർമ്മത്തെ, ജീവനെ, കർമ്മത്തെ ഞാൻ കാണാതെ പോകുന്നു. അത് തന്നെയാണ് എന്റെ മരണവും, അതാണ് എന്നിലെ ഇരുട്ട്. പ്രിയമുള്ളവരെ, നമ്മളെ ഇരുട്ടിലേക്ക് പെയ്തിറങ്ങുന്ന പ്രകാശമാണ് ക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷം 8:12 നമ്മൾ വായിക്കുന്നു, ഈശോ പറയുന്നത്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. മത്തായിയുടെ സുവിശേഷം 5:14 നമ്മൾ വായിക്കുകയാണ്, ഈശോ നമ്മളോട് പറയാണ്, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. നമ്മളിലെ ഇരുട്ട് മാറട്ടെ, പാപത്തിന്റെ, തിന്മയുടെ, ജീവിതത്തിന്റെ ആലസ്യത്തിന്റെ, ബലഹീനതകളുടെ ഇരുട്ട് മാറട്ടെ. ക്രിസ്തു, മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തു, ലോകത്തിന്റെ പ്രകാശം നമ്മളിൽ ഉദിക്കട്ടെ. നമ്മളിലെ നമ്മളെ കാണാനും, നമ്മളിലെ ദൈവത്തെ മനസ്സിലാക്കാനും, സഹജീവിയുടെ പ്രകാശം അറിയാനും നമുക്കതിലൂടെ സാധിക്കട്ടെ. ഏവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ, ആശംസകൾ, പ്രാർത്ഥനകൾ സദയം നേരുന്നു.